മക്കളെ മക്കളൊന്ന് സൂക്ഷിക്കണേ. മക്കൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എനിക്ക് ശത്രുക്കളാ? എവിടുന്ന്? ആ മോനെ അറിയാൻ പാടില്ലാത്തോണ്ടാ. ഉണ്ട്, ഒരുപാട് ശത്രുക്കളുണ്ട്. എന്തിനാ ചെയ്ത്? ഓ അതൊന്നുമില്ലാടാ. ഒന്നുമില്ലെന്നോ? അല്ല അങ്ങനെയല്ല. ഇതെന്താന്നറിയോ? കവറില് ഇതിന്റെ അകത്തെന്താന്നറിയോ? എനിക്കെങ്ങനെ അറിയാ? നിന്റെ തലവര ജാതകം. ജാതകോ? അതിന്റെ ചേച്ചിയെടുത്ത് കൈ പിടിച്ചേക്കണ? ഞാൻ അടുത്ത് കൈ പിടിച്ചതല്ല. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയേ ആ ജ്യോത്സ്യനെ കാണാൻ കയറിയായിരുന്നു. എന്തിനി? ഒന്ന് നോക്കിക്കാൻ. എന്നിട്ട് டேய் அந்த ஜாதகத்துல பிரச்சனை இருக்காம்டா. പ്രശ്നേ? എന്തിനാ പ്രശ്നം? നീ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും കുറെ തടസ്സങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ അംബാനി എന്തിനാലും ഇറങ്ങിയാലും എന്തെങ്കിലും തടസ്സങ്ങൾ കാണും. അതൊക്കെ നമ്മൾ തരണം ചെയ്തങ്ങ് പോണം. അതത്ര നിസ്സാര കാര്യമാ അല്ലേ? അല്ല, അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. തരണം ചെയ്തങ്ങ് പോയാ പോരെ അമ്മൂമ്മ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മ വിചാരിക്കണ പോലും നടക്കില്ല. മോളെ, ആ ജ്യോത്സ്യം പറഞ്ഞത് മോളും കേട്ടതല്ലയോ? ഈ ജാതകക്കാരന് ഈ അടുത്തിടെ ഒരു അപകടം ഉണ്ടായി കാണുമല്ലോ എന്ന്. അത് സത്യമല്ലയോ? എന്തൊരു അപകടം? ഏത് അപകടം? എന്തൊരു സത്യം? എടാ, നീ മെറിനും കൂടെ തെണ്ടാൻ പോയപ്പോഴേ നീ വണ്ടിയൊന്നും മറിഞ്ഞായിരുന്നോ? നിന്റെ കാല് മുറിഞ്ഞായിരുന്നോ? സത്യമാണോ അത്? അത് ചെറിയൊരു അബദ്ധം പറ്റിയതല്ലേ. അബദ്ധമാണെങ്കിലും പറ്റിയോ? അപകടമാണോ പറ്റിയത്? അതെ 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 തന്നെ 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 തന്നെ. പിന്നെന്താ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അംഗീകരിച്ച് അംഗീകരിച്ച് അംഗീകരിച്ച്. டே கேசு, நான் சொல்றது கேப்பியா? நீ வெளியிலேயே போகாம இரு. പിന്നെ ജോലിച്ച് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ഞാൻ വെളിയിൽ പോകാതെ വീട്ടിനകത്ത് അടച്ചിരിക്കാം. ഒന്ന് പോകാൻ എന്റെ അടുത്ത് വരാനുള്ള ഒഴുത്തങ്ങൂല. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. വരാനുള്ളതൊക്കെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വാ. ഈ വീട്ടിലോട്ടൊന്നും വരാൻ ഇല്ലാത്തതല്ലേ പറഞ്ഞ കേട്ടോ. டே கேசு, சொல்றத மட்டும் கேளு. நீ கவனமா இரு. നീ നിന്റെ ഇഷ്ടം പോലെ എന്തോന്ന് വെച്ചാ ചെയ്യ്. കഷ്ടം. ചുമ്മാ സമാധാനമായിട്ട് ഇങ്ങോട്ട് വന്ന് ഓരോന്ന് പറഞ്ഞു കേശേ, പോയില്ലേ? ആ ജ്യോത്സ്യനെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്ത്? അത് പറയണോ ടീച്ചറെ? പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണം വിശ്വസിക്കൂ? പറയേച്ചി, എന്നിട്ട് ഞാൻ ആലോചിക്കും വിശ്വസിക്കണോ വേണ്ടത്. പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ സങ്കടപ്പെടരുത്. സങ്കടപ്പെടാൻ ഞാൻ ഇതിന് സങ്കടപ്പെടണ? ചേച്ചി ഉമ്മ കാര്യം പറയണ്ട. അല്ല വേണ്ട, ചേച്ചി പറയണ്ട. മീ ടീച്ചറോ? ഞാനില്ല, ലച്ചു പറഞ്ഞു. ജ്യോത്സ്യം പറഞ്ഞതേ, ഓ, ജാതകപ്രകാരം ഈ ജാതകക്കാരൻ നല്ലൊരു സ്നേഹബന്ധത്തിലല്ല ഉള്ളതെന്ന്. ഇങ്ങോട്ട് ക്ലിയർ ആയില്ല. ചുരുക്കി പറഞ്ഞാൽ നീയും മെറിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൊട്ടി പാളീസാവുന്നു. ആ ജ്യോത്സ്യം പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു തേർഡ് പേഴ്സന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. അത് എനിക്ക് അങ്ങനെ അറിയാം. അങ്ങനെ പറഞ്ഞില്ല ടീച്ചറെ ജ്യോത്സ്യൻ? പറഞ്ഞെന്ന്. കണ്ട പറഞ്ഞെന്ന്. പിന്നെ അമ്മുമ്മ നിന്റെ അടുത്ത് ഇതൊക്കെ എങ്ങനെ പറയൂന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതെ ഇരുന്നേ. പക്ഷെ കേശേ മോനെ ഒന്ന് ശ്രദ്ധിക്കണോട്ടാ. ആ ജ്യോത്സ്യം പറഞ്ഞപ്പോ എന്റെ കണ്ണുകളിൽ പോയിടാ. പുള്ളി പറഞ്ഞ എന്താന്നറിയോ? ഈ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി നീ കരഞ്ഞോണ്ട് ഈ ബീച്ചിലും അവിടെ ഇവിടെ ഒക്കെ കരഞ്ഞോണ്ട് ഇങ്ങനെ മെഴുകി നടക്കൂന്ന്. എന്റെ അനിയനായി പോയില്ലേ നീ? നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ നിന്റെ അടുത്ത് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നീ വിഷമിക്കൊന്നും വേണ്ട. ആലോചിച്ചും കണ്ടൊക്കെ ഒന്ന് ഒന്ന് കേട്ടോ. പിന്നെ ജോലിച്ചും പറഞ്ഞ ഉടനെ കിടക്കിയല്ലേ? അപ്പൊ നിനക്ക് വിശ്വാസമില്ല? ഞങ്ങളുടെ ഇടയിൽ എന്തൊരു തേർഡ് പേഴ്സൺ? ഒരു തേർഡ് പേഴ്സണും ഇല്ല. വിശ്വസിക്കണ്ട. ജോലിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം ഞങ്ങൾ വന്ന് നിന്റെ അടുത്ത് പറഞ്ഞു. ഇനി വിശ്വസിക്കണോ വേണ്ടെന്നുള്ളത് നിന്റെ തീരുമാനം. ബാ ടീച്ചറെ. ടീച്ചറെ, ഈ പറഞ്ഞൊക്കെ ഉള്ള കാര്യം തന്നെ? പറഞ്ഞതൊക്കെ ഉള്ള കാര്യമാണ്. എന്തേ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം വന്നില്ലേ? അല്ല, അതില്ല, അങ്ങനല്ല. പറഞ്ഞു കൊടുക്ക ടീച്ചറെ. സത്യ കേശു. കേട്ടല്ലോ, സന്തോഷായല്ലോ. എന്താ ലച്ചു? ചുമ്മാ ഓരോന്ന് പറയാല്ലേ. ശരി. കേശു, ഇല്ല, നീ എന്തുപറ്റി? സാധാരണ വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരാറ്.
അതെന്താ ഇനിയിപ്പോ വിളിച്ചു പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ? അല്ല അങ്ങനൊന്നുമില്ല, നിനക്ക് എപ്പോണേലും ഇങ്ങോട്ട് കയറി വരും, കുഴപ്പമൊന്നുമില്ല. അതെന്റെ കസിനാ, ബെൻ ജോൺസൺ. പിന്നെ ജോൺസൺ. എന്തിനു കൊണ്ടുവന്നേ? അല്ല, നിന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് പരിചയപ്പെടാറുണ്ടല്ലോ. അല്ല, ഇവിടെ ഉള്ളവരെയും പരിചയപ്പെടണ്ടേ? ബെനേട്ടാ, ഇതാ കേശു. അറിയോ നിന്റെ കാര്യം പറഞ്ഞ മുതലേ നിന്നെ പരിചയപ്പെടാൻ ഭയങ്കര ആഗ്രഹം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അകത്തേക്ക് വിളിക്കണില്ലേ? അകത്തേക്ക് വിളിക്കണില്ലേ? എന്തിനാ വിളിക്കണേ? കയറിപ്പോ കൂടെ. മെർലിനെ, ആ ചെറിയ വീടാണല്ലേ, എന്റെ വീടിന്റെ അത്ര പോരാ, എന്നാലും വാ. ഓ കയറി പോണു. ഇതാരെന്ന് പറഞ്ഞ? എന്റെ കസിൻ ബെന്നേട്ടൻ. ബെന്നറ്റ്? ബെന്നറ്റ് അല്ല, ബെൻ ജോൺസന്റെ ബെൻ ഏട്ടൻ. Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.